ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണതെന്നതിനെ കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണെന്നും ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരാളോട് എപ്പോഴും ഒരു ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് വേണം നമുക്ക് എന്താ പറയേണ്ടതെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമ്മൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനും പിന്നെ ലെസൺസ് എടുക്കുമ്പോൾ ആസ് എ ടീച്ചറാവാം, പിന്നെ ലെക്ചറർ ആവാം, പിന്നെ എയർ ഹോസ്റ്റസ് ആവാം. ഇങ്ങനെ പല റോളും ഞങ്ങൾക്ക് ലൈഫിൽ ജോലി ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്താവുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. ഐ കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഒരുപാട് ഞങ്ങളുടെ ഒരു എക്സ്പ്രഷൻ, ഞങ്ങളെന്താ ആലോചിക്കണത് അതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള വ്യക്തിയുടെ അടുത്ത് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വളർത്തുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്. അത് ചിലവർക്ക് സംസാരിക്കുമ്പോൾ സ്റ്റാമറിന് പ്രശ്നം വരാം. പിന്നെ ഒരു പേടിത്തം, ഫോബിയ എന്ന് പറയുമല്ലോ, അങ്ങനെ അത് സംസാരിക്കുന്നതിൻ്റെ ഒരു പേടി തോന്നാം. അതായത് ഇനിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സ്റ്റേജ് ഫിയർ എന്ന് പറയും നമ്മൾ. അപ്പം അത് ഏത് ഏജിലും കണ്ടുവരാവുന്നതുണ്ട്. ചിലർക്ക് പബ്ലിക്കിനെ കണ്ടാൽ, പിന്നെ ക്രൗഡിനെ കണ്ടാൽ പേടി, ഉള്ളിലുള്ള ഒരു പേടി അധികമാവും. അപ്പോൾ ഹാർട്ട് ബീറ്റ് ജാസ്തിയാവുക, സ്ട്രെസ്ഡ് ആവുക, ടെൻഷൻ ആവുന്നതും സ്വെറ്റ് ആവുന്നതും ഇങ്ങനത്തതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ മൈൻഡ് കൺട്രോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക. അതായത് 4 to 5 ബ്രീത്ത് ഡീപ്പായി ഇങ്ങനെ 5 പ്രാവശ്യം ഡീപ്പ് ബ്രെത്ത് ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ടെൻഷന്, സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം നമുക്ക് വേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ, എന്താ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, അത് ധൈര്യത്തോടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു വഴി. പിന്നെ ഇനിയൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വൊക്കാബുലറി, അതായത് നോളജ്, പവർ ഓഫ് നോളജ് എന്ന് പറയുമല്ലോ, ഒരുപാട് വൊക്കാബുലറിയിൽ ഇങ്ങനെ വേർഡ്സ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പുതിയ വൊക്കാബുലറി, അതായത് നിങ്ങളുടെ ഒരു ലൈബ്രറിയിൽ റൂം ഉണ്ടാവും, ചിലപ്പോൾ റീഡിങ് റൂം, സ്റ്റഡി റൂം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ ബുക്സ്, ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ബുക്സൊക്കെ വായിക്കുക. അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആവാം, പിന്നെ അനോണിമസ്, സിനോണിമസ്, പിന്നെ ചില വൊക്കാബുലറി വേണ്ട ഡിക്ഷണറിയിൽ എത്ര വേണോ അത്ര, അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 10 വേർഡ്സെങ്കിലും പുതിയതായി പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കോൺഫിഡൻസ് ആവും. പിന്നെ ഞങ്ങൾ ലാംഗ്വേജ് നല്ലോണം ഡെപ്തായി പഠിക്കാനും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളുടെ നോളജും ഇമ്പ്രൂവ് ആവും. നല്ല ഒരുപാട് വൊക്കാബുലറി വേർഡ്സ് അറിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് എല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് ജോലി സ്ഥലത്തും ഉപകാരപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടീച്ചറാവാം, അപ്പോൾ ലെക്ചററാവാം, പിന്നെ എയർ ഹോസ്റ്റസ് ആവാം. ഞങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും
ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ തന്നെ ഇമ്പ്രൂവൈസ് ചെയ്യാനും നോക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എവിടെയെങ്കിലും നെഗറ്റിവിറ്റി, അതായത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അംശങ്ങൾ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നമുക്ക് അതിലൂടെ ലെസൺസ് പഠിച്ചിട്ട് വേണം നമ്മൾ ഹോംവർക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മളുടെ ഉള്ളിലൊരു പോസിറ്റീവ് ടോക്ക് അത് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പോൾ സെൽഫ് കൺവേഴ്സേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങളെങ്ങനെയെന്ന് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിന്നെ കൊണ്ട് ഇതാവും, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, ഡല്ലാവാതെ ഇരിക്കണം. ഞങ്ങളുടെ കൂടെ തന്നെ ഒരു 5-10 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ സംസാരിക്കാൻ നോക്കണം. അതായത് നീ എങ്ങനെയുണ്ട്, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ നീ എന്താ ആലോചിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ അതിനുള്ള പെട്ടെന്ന് ഒരു സൊല്യൂഷൻ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ത് പ്രശ്നമായാലും ജീവിതത്തിൽ നമ്മൾ സെൽഫായി സംസാരിക്കുമ്പോൾ തന്നെത്താനെ റിയലൈസ് ആവും. ഒരു മിറർ പോലെ ഞങ്ങളെ തന്നെ പ്രതിബിംബം പോലെ കാണുമ്പോൾ നമുക്ക് എവിടെയാണ് ഞങ്ങൾ തെറ്റ് പറ്റിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലൂടെ കടന്നു വരിക എന്ന് പറയുന്നതും നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതോടെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് കോൺഫിഡൻസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഗോൾസ്, അതായത് ഡിസൈർഡ് ആയിട്ടുള്ള വർക്ക്, അന്നത്തെ ഒരു ടീം വർക്ക് എന്ത് വേണമെങ്കിലും ആവാം, അന്നത്തെ അതൊരു വർക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ടെൻഷൻ, സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ന്യൂസ് പേപ്പർ വായിക്കാം, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഇംപ്രൂവൈസ് ചെയ്യാൻ. പിന്നെ ലാംഗ്വേജ് ഹോൾഡിലുണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നമുക്ക് ആൻസർ എന്താ പറയേണ്ടതെന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഏത് ലാംഗ്വേജും ആവാം, ഇംഗ്ലീഷ് ആവാം, പിന്നെ ഞങ്ങളുടെ ഒരു മാതൃഭാഷ ആവാം, അതായത് മദർ ടങ് എന്ന് പറയുമല്ലോ, അങ്ങനെ ലോക്കൽ ലാംഗ്വേജ് ആവാം. പെട്ടെന്ന് നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് നമുക്കത് സ്റ്റെപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വിഭാഗത്തിൽ വരുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റീനെ എക്സ്പ്രെസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതും. പിന്നെ ഈ ബോഡി ലാംഗ്വേജ്, നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞില്ല, അങ്ങനെ തന്നെ ബോഡി ലാംഗ്വേജ്, ഐ കോൺടാക്റ്റ്, ആ കോൺഫിഡൻസ്, എങ്ങനെയാണ് ഞങ്ങൾ എന്താ ചിന്തിക്കുന്നത്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് കമ്മ്യൂണിക്കേഷന് നന്നായി ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. നല്ല ഒരു ഔട്ട്കം വരുത്താനും ഒരു ചേഞ്ച് ഞങ്ങളിൽ വരുത്താനും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എപ്പോഴും പോലെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ